കുട്ടികൾ പഠിക്കാൻ മടിയാണെങ്കിൽ എന്റെ മോന് 8 എഴുതാൻ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോക്കുണ്ട് അമ്മ. കൊറേ നേരമായി പറഞ്ഞിട്ട് അവ എഴുതണില്ല. അവൻ തനിയല്ല എഴുതണതാണ്, പക്ഷെ മടി വന്നിട്ടിരിക്കുക. അപ്പൊ എന്താ ചെയ്യാ എഴുതാൻ വേണ്ടിട്ട്? സാറൊന്ന് പറയോ? ഞങ്ങൾ ഇപ്പോൾ തന്നെ നേരിട്ട് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും. വേഗം പോയി ബുക്ക് എടുത്ത് 8 എഴുതാൻ തുടങ്ങിക്കോ. അല്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായിക്കോ. ഇത് അവസാനത്തെ മുന്നറിയിപ്പ്. നിങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടൊക്കെ വന്നിട്ട് ലാത്തി കൊണ്ട് 2 ഇടിയും കൊടുത്തു കഴിഞ്ഞാൽ എഴുതിക്കോളൂ. മോനെ, പോലീസ് അങ്കിൾ വീണ്ടും പറയുന്നു. അമ്മ പറയുന്നത് കേട്ട് വേഗം ഇരുന്ന് എഴുതിക്കോ. ഇല്ലെങ്കിൽ ജീപ്പിൽ പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായിക്കോ. അവിടെ വെച്ച് കർശനമായ നടപടി ഉണ്ടാകും. അവസാനമായി ഓർമ്മിപ്പിക്കുകയാണ്, വേഗം എഴുതാൻ തുടങ്ങിക്കോ. ഓക്കെ സാർ, ഇനി അവനെ എങ്ങനെ എഴുതിയില്ല ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാട്ടോ. അപ്പൊ തന്നെ നിങ്ങൾ ജീപ്പ് എടുത്തിട്ട് വന്നോ. ശരി, അമ്മ പറഞ്ഞതുപോലെ ചെയ്യൂ. മോൻ എഴുതില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഞങ്ങളെ വിളിക്കൂ. ഞങ്ങൾ ജീപ്പുമായി അങ്ങോട്ട് വരാം. ശരി സാർ. ശരി, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. പിന്നെ ഒരു കാര്യണ്ട്, അവന് എഴുതുമ്പളേ പറഞ്ഞെഴുതണില്ല. ഞങ്ങള് കൊറേ പറഞ്ഞെഴുതാൻ പറയുന്നു. അപ്പൊ എന്താ ചെയ്യണ്ടേ? എത്തട്ടോ ചെറിയ ചില തന്ത്രങ്ങൾ പരീക്ഷിക്കാം. എഴുതുമ്പോൾ ഓരോ വാക്കും മത്സരമോ കളിയോ ആക്കാം. എയ്ത്തട്ടോ ഓന് ആ 8 എഴുതുന്ന കണ്ടിട്ട് 8 എഴുതുന്ന പോട്ടെ 8 എന്നാ പറയണത്. അത് കണ്ടിട്ട് ചിരി വരാത്ത ആരും ഉണ്ടാവില്ല. അത് എനിക്ക് തോന്നുന്നത്. എനിക്കെന്നെ ചിരി വരും. ഇനി കുട്ടികള് പഠിക്കാനോ ഇതിനെന്തെങ്കിലും മടിച്ചു നിന്ന് കഴിഞ്ഞാല് ജെമിനിനോട് ചോദിച്ചാൽ മതി. അപ്പോ അവര് പറഞ്ഞുതരും ഇങ്ങനത്തെ ഒരു ട്രിക്കൊക്കെ. സോ കണ്ടപ്പോ എന്താ പറയാ, ഭയങ്കരമായിട്ട് എന്താ പറയാ സന്തോഷം തോന്നുന്ന ഒരു വീഡിയോ എന്നൊക്കെ പറയില്ലേ. ആ കുട്ടിയുടെ നോട്ടം കാണുമ്പോ തന്നെ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഇല്ലേ ഒരു